എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ LDF ഭരണസമിതിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ്. പാർട്ടിയോട് ഇടഞ്ഞ CPM കൗൺസിലർ കലാരാജുവും സ്വതന്ത്ര കൗൺസിലർ സുനിലിനും പോലീസ് സുരക്ഷ ഒരുക്കി. ഇരുവരും അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചാൽ LDFന് ഭരണം നഷ്ടമാകും. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്നാണ് കലാരാജുവിന്റെ നിലപാട്. ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞാൽ പോരെ? ഇല്ല, നിലപാട് നിങ്ങൾക്കറിയാമല്ലോ. അന്നത്തെ സംഭവത്തിന്റെ പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ഞാൻ ചെയ്തിരിക്കും. അതായത് വോട്ട് ചെയ്യും. ലംഘിച്ചു കഴിഞ്ഞാൽ നിയമപ്രശ്നം വരില്ല പിന്നീട്. അതിനെ ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതെ അതെ. അതേസമയം അവിശ്വാസ പ്രമേയത്തിൽ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാമെന്നാണ് വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസിന്റെ പ്രതികരണം. ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി കൂത്താട്ടുകുളം ചേരുന്നു. ലാൽ, എന്താണ് വൈസ് ചെയർമാൻ പറയുന്ന ട്വിസ്റ്റ്? കഴിഞ്ഞ തവണ ഈ അവിശ്വാസ പ്രമേയം പരിഗണിക്കുമ്പോൾ അങ്ങേയറ്റം നാടകീയമായ സംഭവങ്ങളായിരുന്നു. തട്ടിക്കൊണ്ടുപോകലല്ല, കൂടെ പോയതാണെന്ന് പറയൽ, അങ്ങനെ മൊത്തത്തിൽ ജഗബോഗയായിരുന്നു. ഇന്ന് സമാനമായ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കണം അവിടെ, ലാൽ? ഹാഷ്മി പറഞ്ഞ പോലെ കഴിഞ്ഞ തവണത്തെ ജഗബോഗയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷം കൂത്താട്ടുകുളം നഗരസഭയിൽ നടക്കുന്ന വലിയ പോലീസ് സന്നാഹത്തിൻ്റെ സുരക്ഷയിലാണ് ഇത്തവണത്തെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. 11 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 13 പേരുടെ പിന്തുണ LDFനും 11 UDF അംഗങ്ങളും ഒരു സ്വതന്ത്രനും ആണ് UDFിൻ്റെ ഭാഗത്തുള്ളത്. ഇതിൽ കലാരാജുവിൻ്റെ വോട്ട് വളരെ നിർണായകമായിരിക്കും. കലാരാജ് പറഞ്ഞത് അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. ഏതായാലും കഴിഞ്ഞ തവണത്തിൻ്റെ പ്രതികാര നടപടി എന്നോണം വോട്ട് ചെയ്യുക ഇത്തവണ UDFന് അനുകൂലമായിട്ടായിരിക്കും എന്നതാണ് കലാരാജുവിൻ്റെ പക്ഷം. പക്ഷേ കലാരാജുവിന് വിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് LDFിൻ്റെ ഇവിടുത്തെ വൈസ് ചെയർമാനും അതോടൊപ്പം തന്നെ CPM നേതാവുമായിട്ടുള്ള സണ്ണി കുര്യാക്കോസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ടാകും എന്നുള്ളത്. അത് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് CPMൻ്റെ നിലപാട്. രാവിലെ ചെയർപേഴ്സൻ്റെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പും ഉച്ചകഴിഞ്ഞ് വൈസ് ചെയർപേഴ്സൻ്റെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പുമാണ്. ഈ രണ്ടും വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇരുവരുടെയും നിലപാട് എന്തായിരിക്കും, സ്വതന്ത്ര കൗൺസിലറുടെയും കലാരാജുവിൻ്റെയും നിലപാടിനെ ആശ്രയിച്ചിരിക്കും. നേരത്തെ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷയിലാണ് ഇരുവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇതിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പാർട്ടികളുടെ ജില്ലാ തലത്തിലുള്ള നേതാക്കളടക്കം കൂത്താട്ടുകുളത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. കലാരാജു അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്ന് നിലപാട് സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്. അത് വലിയ രീതിയിൽ സംഘർഷ സമാനമായ സാഹചര്യം, മർദ്ദനം, തട്ടിക്കൊണ്ടുപോകലൊക്കെ ആരോപിക്കപ്പെട്ടതും അങ്ങനെയല്ല എന്ന് പറഞ്ഞത് പിന്നീട് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ, അതല്ലാതെയുള്ള ഫോണിലല്ലാതെ ഒളിച്ചെടുത്ത് വിഷ്വലൊക്കെ പുറത്തു വന്ന അങ്ങേയറ്റം രാഷ്ട്രീയ മര്യാദകൾ എന്നൊക്കെ പറയുന്ന ചില ദൃശ്യങ്ങൾ കണ്ടതാണ്. ലാൽ, എന്താണ് കലാരാജുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട്? ഈ സംഭവമായിട്ട് കലാരാജു ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താൻ നേരിടാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അതായത് വിപ്പ് കിട്ടിയിട്ടില്ല എന്ന് കലാരാജു പറയുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ എല്ലാ കൗൺസിലർമാർക്കും LDFിൻ്റെ മുഴുവൻ കൗൺസിലർമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് LDFിൻ്റെ നിലപാട്. അതിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. കലാരാജു ആ വിപ്പ് ലംഘിച്ചുകൊണ്ടുള്ള ഒരു വോട്ടെടുപ്പിന് മുതിരും എന്നുള്ളത് കലാരാജുവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണത്തിൻ്റെ പ്രതികാരം ഞാൻ ഇത്തവണ എന്തായാലും ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കലാരാജുവിൻ്റെ വോട്ട് വളരെ നിർണായകമാണ്. ആ വോട്ട് കൂടി UDFിന് അനുകൂലമായി പോവുകയാണെങ്കിൽ, നിലവിലുള്ള കണക്ക് ശരിയായി പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഭരണത്തിൽ ഒരു അട്ടിമറിക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. LDFിനുള്ള ഭരണം നഷ്ടമാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന നിയമ നടപടികൾ ഏതെല്ലാമാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. പ്രത്യേകിച്ച് വിപ്പ് ലംഘിച്ചായതുകൊണ്ട് തന്നെ കൂറുമാറ്റത്തിൻ്റെ പരിധിയിലടക്കം ഇവർ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പക്ഷേ അതിനെ നിയമപരമായി നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നൊരു മുന്നറിയിപ്പ് ആദ്യമേ തന്നെ പറയുന്നുണ്ട്. അത് തനിക്ക് പ്രശ്നമല്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധികം ദൂരമൊന്നുമില്ല. 4 മാസത്തിനുള്ളിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതാണ്. അതിനിടയിലാണ് ഇവിടെ ഇത്തരത്തിലൊരു ഈ ഭരണത്തിൻ്റെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷേ LDFിന് അധികാരം നഷ്ടമാവുകയാണെങ്കിൽ പിന്നെയും ചെയർപേഴ്സൻ്റെയും വൈസ് ചെയർമാൻ്റെയും കാര്യത്തിലുള്ള വോട്ടെടുപ്പ് അടക്കമുള്ള നടപടികൾ, അതിൻ്റെ സാങ്കേതികത്വം, ഇതെല്ലാം നീണ്ടുപോകുന്ന പ്രക്രിയ. ലാലാണ് അതിൻ്റെ വിവരങ്ങൾ നൽകി. എന്തായാലും അന്ന് പോയ അവിശ്വാസ പ്രമേയ സമയത്ത് ഉണ്ടായതുപോലെയുള്ള നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് അല്പസമയത്തിന് അറിയുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.